ഹലോ, ഇന്ന് ചൈന ഗ്രാസും അതുപോലെ ജലാറ്റിനൊന്നും ഇല്ലാതെ നമ്മളൊരു പുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ച റാഗി മിക്സിയിൽ നല്ല അരച്ചെടുക്കുകയാണ്. നല്ല വെള്ളത്തോട് കൂടെയാണ് അരച്ചെടുക്കുന്നത്. അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പാല് മാത്രം നമ്മൾ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് അത് കുറച്ച് നേരത്തേക്ക് അനക്കാതെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ കേട്ടോ. അതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയണ്ട, അത് നമുക്ക് ചെടികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ, ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്നും ചെയ്യണേ. അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയും ഒരു 3-4 ഏലക്കയും നമുക്ക് എടുത്ത് നല്ല ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പാലെടുക്കാനായിട്ട്. ഇതിന് ഇനി ആവശ്യമായിട്ടുള്ളത് ജാഗ്രി പൗഡറാണ് കേട്ടോ. അതില്ലാത്ത ആൾക്കാർ ശർക്കര പാനിയാക്കിയെടുക്കുക. പിന്നെ നെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച റാഗിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അനങ്ങാതെ നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രം ഊറ്റിയെടുക്കണേ. അനങ്ങി കഴിഞ്ഞാൽ മിക്സാവും, അപ്പോൾ എല്ലാം പാടെ കലങ്ങി വരും കേട്ടോ. അപ്പോൾ അത് അനങ്ങാതെ അതിൻ്റെ വെള്ളം മാത്രം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അത് എടുത്തതിൻ്റെ ശേഷം അത് മാറ്റി വെച്ചോളൂ കേട്ടോ. നമുക്ക് കുറുകി ഈ റാഗി ഇളക്കി വരുന്ന സമയത്ത് കുറച്ച് ഇതും കൂടെ ഒഴിക്കേണ്ടതാണ്. പച്ച വെള്ളമില്ലാതെ റാഗി ഇതാക്കാൻ പാടില്ല കേട്ടോ, വേഗം അടി പിടിക്കുവേ. അപ്പോൾ ഇത് ഇത്രയും തിക്കായിട്ടുള്ള റാഗിപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ മാവ് നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്കിത് അടി കട്ടി ഉണ്ടെങ്കിലും ഞാൻ ഇലക്ട്രിക്കിൻ്റെ കറണ്ട് അടുപ്പിലാണ് വെക്കുന്നത് കൊണ്ട് വേഗം ഹീറ്റ് ഇതാകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ തിക്കായി വന്നാൽ വേറെ ചട്ടിക്ക് ഞാൻ മാറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക കേട്ടോ. അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കുറുകി വരുന്ന സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിലിട്ട് നല്ല മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ നല്ലൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ ചൂട് കൊടുക്കുന്ന തന്നെ ബെല്ലം, തേങ്ങാപ്പാലും പിന്നെ കുറച്ച് മാറ്റി വെച്ചിരുന്ന ആ റാഗീൻ്റെ വെള്ളമല്ലേ, റാഗി അരച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളം, അതും മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് എടുക്കാനായിട്ട് മറന്നു പോയതാണ്. ഇത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസ് ബൗളിലാണ് കേട്ടോ അത് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ 4 ഗ്ലാസ് ബൗളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്